ശ്രീ കേണൽ എസ് ഡിന്നി, ഇപ്പോൾ ഇടത് പ്രതിനിധി പറഞ്ഞത് കേട്ടല്ലോ. വളരെ കൃത്യമായി ഈ സിലബസിൽ ഉൾപ്പെടെ വളരെ കൃത്യമായി ഈ കൺകറന്റ് ലിസ്റ്റിൽ വരുന്ന ഒരു വിഷയമായതുകൊണ്ട് തന്നെ, വിദ്യാഭ്യാസം കൺകറന്റ് ലിസ്റ്റിൽ വരുന്നത് കൊണ്ട് തന്നെ വളരെ കൃത്യമായി സംസ്ഥാന സർക്കാരിനടക്കം തീരുമാനമെടുക്കാം. പക്ഷേ ഒരു രാജ്യത്തിൻ്റെ നാഷണൽ ഫ്രെയിം വർക്കിൽ നിന്നുകൊണ്ട് മാത്രമേ ഏത് സംസ്ഥാനത്തിന് നിലപാടെടുക്കാൻ കഴിയുകയുള്ളൂ. ഇടത് പ്രതിനിധി പറയുന്നത് കേരളത്തിൻ്റെ മതേതര മനസ്സിനെ മുറിവേൽപ്പിക്കാൻ അങ്ങനെ PM ശ്രീ വരികയാണ് എങ്കിൽ ഈ PM ശ്രീ അറിഞ്ഞുകൊണ്ട് എന്തിനു പോയി ഒപ്പിട്ടു എന്നുള്ള ചോദ്യം ഇപ്പോൾ പ്രസക്തമല്ലേ? അഡ്വക്കേറ്റ് ശ്യാം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ കഴിഞ്ഞ ഗവൺമെന്റിന്റെ വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള ബഹുമാനപ്പെട്ട ശ്രീ ശിവൻകുട്ടി അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു ഈ PM ശ്രീ പദ്ധതി ഒരു നല്ല പദ്ധതിയാണെന്ന് അദ്ദേഹം ഓൺ റെക്കോർഡ് പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നീടാണ് അദ്ദേഹം മലക്കം മറിഞ്ഞ് അതായത് ഞങ്ങള് പ്രഷറിലൊക്കെ വന്ന് എന്നൊക്കെ ഉള്ള രീതിയിൽ പറഞ്ഞു. അദ്ദേഹം വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു, ഞാൻ എന്റെ നിലപാട് മാറ്റുകയാണ്, ഈ PM ശ്രീ പദ്ധതി നല്ല പദ്ധതിയാണ് എന്ന് ശ്രീ ശിവൻകുട്ടി പറഞ്ഞിട്ടുണ്ട്. ഒന്നത്. എനിക്ക് ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് ശ്യാമിന്റെ അടുത്തൊരു ചോദ്യം. ശ്രീ ശ്യാം, ഈ PM ശ്രീ പദ്ധതി കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ അതിന്റെ സിലബസ് തീരുമാനിക്കുന്നത് ആരാണ്? PM ശ്രീ പദ്ധതിയുടെ 4.31 ക്ലോസ് പ്രകാരം ഫ്ലെക്സിബിളായി സംസ്ഥാനങ്ങൾക്ക് കൂടി ചേർന്ന് തീരുമാനിക്കാം എന്നൊരു ക്ലോസ് ആണ് അതിൽ വെച്ചിട്ടുള്ളത്. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ അത്രേ ഉള്ളൂ. ഞാൻ അതിന്റെ ആ വാദം മൊത്തം അവിടെ കഴിഞ്ഞു. നമുക്ക് മനസ്സിലാക്കുന്നത് NEP 2020 എന്ന് പറയുന്നത് ഒരു ബ്രോഡ് ഗൈഡ് ലൈൻസ് ആണ്. ഇവിടെ എന്നെക്കാട്ടി നന്നായിട്ട് പറയാൻ ഡോക്ടർ ജയപ്രസാദ് സാർ ഉണ്ട്. പക്ഷെ ഞാൻ ഒരു ലേമാൻ എന്നുള്ള നിലയിൽ ഞാൻ പറയാൻ NEP 2020 എന്ന് പറയുന്നത് നമ്മുടെ രാഷ്ട്രത്തിന്റെ എഡ്യൂക്കേഷൻ പോളിസി പൊതുവായിട്ടുള്ള ഏത് രീതിയിൽ പോകണം എന്നുള്ളതാണ്. 1986 NEP വന്നത്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ 2020 വന്നത്. ആ NEP വന്നത് തന്നെ 2 കമ്മീഷനൊക്കെ വെച്ച് അത് ധാരാളം ഫീഡ്ബാക്ക് എടുത്തു. ഓരോ സംസ്ഥാനത്ത് നിന്ന് ഫീഡ്ബാക്ക് എടുത്തു, സ്കോളേഴ്സിന്റെ ഫീഡ്ബാക്ക് എടുത്തു, കുട്ടികളുടെ ഫീഡ്ബാക്ക് എടുത്തു, അതുപോലെ തന്നെ വിവിധ സംഘടന അവരുടെ എല്ലാവരുടെയും ഫീഡ്ബാക്ക് എടുത്തിട്ടാണ് ഫൈനലി ഒരു അതിനകത്ത് എന്ത് പഠിപ്പിക്കണം എന്നൊന്നും NEP പറഞ്ഞു. അവർ ഇന്നത്തെ കാലഘട്ടത്തിൽ എങ്ങനെയാണ് നമ്മളെ രാജ്യം മുന്നോട്ട് പോകണുള്ളൂ ആ രീതിയിലേക്കുള്ള ചില കാര്യങ്ങൾ മാത്രമാണ്, അതായത് ഒരു ദിശ മാത്രമേ തരുന്നുള്ളൂ. ഒരു ബ്രോഡ് ഫ്രെയിം വർക്ക് ആണ് NEP 2020. അതിൽ നിന്നാണ് NCERT നാഷണൽ കരിക്കുലം എടുക്കുന്നത്, നാഷണൽ കരിക്കുലം ഫ്രെയിം. അതിൽ നിന്ന് NCERT എടുത്തു കഴിഞ്ഞിട്ടാണ് അത് CBSE സ്കൂൾസിലും മറ്റിലും പോകുന്നത്. ഇതേപോലെ തന്നെയാണ് സ്റ്റേറ്റ് SCERT ഉണ്ട്. അവരും അവരുടെ കരിക്കുലം ഫോം ചെയ്യും. ഓരോ സംസ്ഥാനത്തിനും അവരവരുടെ സംസ്ഥാനം, ഇപ്പൊ കേരളം മാത്രം എന്തോ പ്രത്യേക രീതിയിലുള്ള ഇവിടെ മതേതരത്വം മാത്രം ഒന്നുള്ളതല്ല. നമ്മളെ കേരളത്തിൽ വേലുതമ്പി ദളവയെ കുറിച്ച് നമുക്ക് പഠിപ്പിക്കാമെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഉത്തർപ്രദേശിൽ മംഗൾ പാണ്ഡെയെ കുറിച്ചായിരിക്കും പഠിപ്പിക്കുന്നത്. അപ്പൊ ആ രീതിയിലുള്ള വ്യത്യാസം ആവാം. അപ്പൊ സ്റ്റേറ്റിന്റെ ചുമതലയാണ് ആ സിലബസ് സ്റ്റേറ്റ് സിലബസിലേക്ക് കൊണ്ടുവരിക. അപ്പൊ സിലബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കുട്ടികൾ ആ പാഠപുസ്തകത്തിൽ എന്ത് പഠിക്കുന്നു എന്നുള്ളത് സിലബസ് ആണ്. ആ സിലബസിന്റെ ബേസിലായിരിക്കും കുട്ടികൾ പഠിക്കുന്നത്. അത് തീരുമാനിക്കുന്നത് അഡ്വക്കേറ്റ് ശ്യാം പറഞ്ഞ പോലെ സംസ്ഥാന സർക്കാരാണ് തീരുമാനിക്കേണ്ടുള്ളത്. അതിനകത്ത് സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരു രീതിയിലുള്ള. ഇനി രണ്ടാമത്തെ എന്റെ ചോദ്യം അഡ്വക്കേറ്റ് ശ്യാമിന്റെ അടുത്താണ്. ഈ സ്കൂളുകൾ തീരുമാനിക്കുന്നത് അതാരാണ്? സംസ്ഥാന സർക്കാരാണ്. അതാണ്. അപ്പൊ അഡ്വക്കേറ്റ് ശ്യാം തന്നെ പറഞ്ഞതുപോലെ സംസ്ഥാന സർക്കാർ തന്നെയാണ് ഈ സ്കൂളുകൾ തീരുമാനിക്കുന്നത്. അപ്പം കേന്ദ്ര ഗവൺമെന്റ് പറയത്തില്ലല്ലോ ഞങ്ങളെ ഇന്ന സ്ഥലത്തു നിന്നുള്ള ഇന്ന സ്കൂളുകൾ മാത്രമേ ആശങ്കയുടെ അടിസ്ഥാനം അതല്ല. ആശങ്കയുടെ അടിസ്ഥാനം ഞാൻ അതാ പറഞ്ഞത്. ഇപ്പൊ 2 ആശങ്കയുള്ളൂ. 2 ആശങ്ക ഉണ്ടായിരുന്നു. PM ശ്രീയുമായി ബന്ധപ്പെട്ട് തിരഞ്ഞെടുക്കുന്ന സ്കൂളുകളുടെ മുന്നിലേക്ക് ലോഗോ വെക്കണം എന്നൊരു നിബന്ധനയുണ്ട്. തിരഞ്ഞെടുക്കുന്ന സ്കൂളുകളുടെ മുന്നിലേക്ക് അതൊക്കെ ഞാൻ പറഞ്ഞു വരാം ശ്രീ ശ്യാം. ഞാൻ പറഞ്ഞു ഈ 2 വാദങ്ങളും പൊളിഞ്ഞു. ഇപ്പോൾ ആകെയുള്ള പ്രശ്നം വെക്കുന്നത് മാത്രമാണ്. ഇപ്പോൾ ലോഗോ വെക്കുന്നത് മാത്രമാണ് പ്രശ്നം എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല.